സോ ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഞാൻ ഇന്നൊരു ഹൊറർ ഗെയിമായിട്ടാണ് വന്നേക്കണേ. സോ ഈ ഒരു ഗെയിമിൻ്റെ പേരാണ് ഗ്രാനി. സോ നമുക്ക് അതിലൊന്ന് കളിച്ച് നോക്കാം കേട്ടോ. സോ ഞാൻ ഇപ്പോൾ ഇതെൻ്റെ ബെഡാണ്. എനിക്ക് ബെഡിൻ്റെ അടി ഹൈഡ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. ഗ്രാനി വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒളിച്ചിരിക്കാൻ പറ്റുമല്ലോ, ഒരു സ്ഥലമുണ്ടല്ലോ, അത് ഏതായാലും നന്നായി. ഇതിൻ്റെ അടിയിലേക്കൊക്കെ എനിക്ക് കയറാൻ പറ്റും. ഈ ഡോറ് നമുക്ക് ഇതിലൂടെ അങ്ങോട്ട് തുറക്കാം കേട്ടോ. ഓക്കെ, ഞാനിതിലൂടെ തുറന്നിട്ടുണ്ട്. എടാ, ഞാൻ ഇത് തട്ടിപ്പറിച്ചിട്ട് ഗ്രാനി വരും. ഞാൻ പണ്ടെങ്ങാണ്ട് ഒരിക്കൽ ഗ്രാനി കളിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഗ്രാനി കളിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് ഗ്രാനിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, കുറച്ചൊന്നും അറിയത്തില്ല എനിക്ക്. ഇതാണ് ഗ്രാനി. ഗ്രാനിയുടെ കയ്യിലൊരു ബേസ്ബോൾ ബാറ്റ് ഉണ്ട്. ഇതായിരുന്നല്ലേ ഗ്രാനി. ഗ്രാനിനെ കാണുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഗ്രാനിനെ വെട്ടിച്ചങ്ങോട്ട് പോവാണ്. ഓടിക്കോ. അയ്യോ, കാണില്ല. കണ്ട്. ഗ്രാനി നമ്മളെ കണ്ട് ഗൈസ്. ഇനി ഏതായാലും നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? എടാ, ഈ പാർട്ട് ഓഫ് എ ഷോട്ട് ഗൺ. അപ്പോൾ ഷോട്ട് ഗൺ കിട്ടുന്നതാണ് എനിക്ക് തോന്നണം കേട്ടോ. അത് അവിടെ എന്തായിരിക്കണം, ഒരു ബുക്ക് പോലെ. നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഒന്നുമില്ല. അപ്പം നമുക്ക് ഏതായാലും ഈ വഴി അങ്ങോട്ട് പോവാം കേട്ടോ. ഇതിലൂടെ പോയിട്ട് നമ്മൾ എവിടെ എത്തും ഇതിലൂടെ പോയി കഴിഞ്ഞാൽ? ഇതെന്താ? നമ്മൾ ഗ്രാനിയുടെ ബേസ്മെൻറ്റിലെത്തി നമ്മൾ ഗ്രാനിയിൽ. സോ ഇവിടെ ഒരു വഴിയുണ്ട്. ഇതുവഴി. അയ്യോ, ഞാൻ തട്ടി, പക്ഷേ ശബ്ദം വന്നില്ലല്ലോ. ഓക്കെ, ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പാർട്ടൊക്കെ എവിടെയാണ് വെക്കേണ്ടതെന്ന് എനിക്കറിയാം. അതൊക്കെ എവിടെ ഇരിക്കുന്നതെന്നും എനിക്കറിയാം. സോ ഞാനിപ്പോൾ ശബ്ദം ഓക്കെ, ഇപ്പോൾ ശബ്ദം ഉണ്ടായി. ഇനി ഗ്രാനി ഇങ്ങോട്ട് വരട്ടെ. നമുക്ക് ഗ്രാനീനെ വെട്ടിച്ചു പോവാം, അതാണ് നല്ലത്. കാരണം അല്ലേ, കണ്ടോ വന്നാണ്ടാ. അയ്യോ, അത് പറ്റിയില്ല. ഞാൻ ബോണിറ്റ് തുറന്നിട്ട് ഗ്രാനീനെ കാണാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷേ എനിക്കത് പറ്റിയില്ല. ഓടോട്. ഓക്കെ, ഗ്രാനി എൻ്റെ പുറകെ തന്നെ ഉണ്ട്. സോ ഞാൻ ഇതൊരു വഴിയാണ് കേട്ടോ, ഇതെനിക്കറിയാം. സോ ഞാൻ ഇപ്പോൾ ഈ വഴി പോയിട്ട് നേരെ മേളിലേക്ക് പോയിട്ട് ഇവിടെ ഒരു ഗണ്ണിൻ്റെ പാർട്ടിലിരിപ്പുണ്ട്. സോ അതെനിക്കറിയാം. സോ ഗണ്ണിൻ്റെ പാർട്ടൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ കണ്ടോ, ഇരിക്കുന്നുണ്ടോ, പാർട്ട് ഓഫ് എ ഷോട്ട് ഗൺ. ഞാൻ പണ്ടൊരിക്കൽ ഗ്രാനി കളിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ കളിച്ചിട്ടില്ല. നമുക്കിവിടെ ശബ്ദം ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഗ്രാനി ഇങ്ങോട്ട് വരട്ടെ. അതുവരെ നമുക്ക് അപ്പോഴത്തേക്കും നമുക്ക് അപ്പുറത്തൊരു ഈ പാർട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. സോ നമുക്കിവിടെ ശബ്ദം ഉണ്ടാക്കാം. എന്നിട്ട് ഗ്രാനി ഇങ്ങോട്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഗണ്ണ് നമ്മുടെ സെറ്റായിട്ടുണ്ടാകും. എന്നിട്ട് ബുള്ളറ്റ് തുറച്ചിട്ട് ഗ്രാനിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നമുക്ക് ഗ്രാനിനെ കൊല്ലാം. ഓക്കെ, എടാ ബുള്ളറ്റ് എടുക്കാം. നമുക്കിത് 3 പ്രാവശ്യം ഡ്രോപ്പ് ചെയ്യാം. 1 2 3. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഡോറൊന്ന് പറിച്ചിടാം. ഓക്കെ, ഇനി ഗ്രാനി ഇങ്ങോട്ട് വരട്ടെ. ഗ്രാനി വന്ന് വാ. ഓക്കെ, ഗ്രാനിക്കിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മേളിലേക്ക് പോയിട്ട് ഇവരുടെ ഒരു പെറ്റുണ്ട്, കാക്ക. അതിനെ നമുക്ക് കൊല്ലണം. അതിനെ നമുക്ക് കൊല്ലുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടും. സോ നമുക്ക് ഏതായാലും ഇപ്പോൾ പോയി നമ്മുടെ കാക്കേനെ കൊല്ലാം. കാക്കയുടെ എന്താ ഇരിക്കണേ? ഒരു റിമോട്ടാണല്ലോ കാക്കയുടെ ഇരിക്കണേ. സോ ഗ്രാനി സ്പോണായിട്ടാണ് നമ്മൾ കാക്കേനെ കൊല്ലുന്നത്. ഗ്രാനിയുടെ കണ്ണൊക്കെ ചുമന്ന് വരും. എനിക്കിതിനു മുമ്പ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഐ നീഡ് ടു ഗെറ്റ് ക്ലോസർ. ഓക്കെ, ഇതിനൊരു ക്ലോസർ ഉദ്ദേശിക്കുന്ന ഇവരൊരു ഡോറാണ്. ഞാൻ ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു, അതിന് ഒരു റെഡ് കളറ് ഇതാണ്. ഓക്കെ, ചെയിൻ കട്ടർ കിട്ടി. ഇത് നമുക്ക് സിവർ എസ്കേപ്പിന് ആവശ്യമുള്ള സാധനമാണ്. നമുക്കിത് ഇവിടെ ഇടാം. ഇവിടെ ഇടാം. ഓക്കെ, ഞാനിത് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ഗണ്ണ് എടുത്തുകൊണ്ട് വരാം. സോ ഗണ്ണെടുത്തിട്ട് നമുക്ക് ലോഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഗ്രാനീനെ ഒന്ന് കൊല്ലാം. എന്നിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ വീഴ്ത്താം. സ്ക്രൂ ഡ്രൈവർ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കേട്ടോ. ഗണ്ണ് ലോഡ് ചെയ്തിട്ട് ഗ്രാനീനെ ആദ്യം കൊല്ലാം. എന്നിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ വീഴ്ത്താം. ഗണ്ണിൽ ലോഡ് ചെയ്തിട്ട് ഉണ്ട മേലെ ഗ്രാനിയുടെ മുറിയിലിരിപ്പുണ്ട്, എനിക്കറിയാം. ഓക്കെ, ഇവിടെ ഒരു ഉണ്ട്, ഒരു ബുള്ളറ്റ് ഉണ്ട് ഇവിടെ. സോ ഞാൻ എടുത്തിട്ടുണ്ട്. ഗ്രാനി ഇപ്പോഴത്തേനും സ്പോൺ ആവേണ്ടതാണ്.
സോ കയറിക്കോ. ഓക്കെ, ഞാൻ കയറിയിട്ടുണ്ട്. ഡ്രോപ്പ് ചെയ്യാം. എടാ ഇതൊന്നും ആടുന്ന ഇതിലും ചെയിൻ കട്ടറാ. ഓക്കെ, ചെയിൻ കട്ടർ എടുത്ത് ഇവിടെ ശബ്ദം ഉണ്ടായി വലിയത്. ഓക്കെ, ഗ്രാനിന് വരട്ടെ. നമുക്ക് ഗ്യാസോലിൻ എടുത്ത് ഡ്രോപ്പ് ചെയ്യാം, അതാണ് നല്ലത്. ഈ ചെയിൻ കട്ടറൊന്നും ഒന്നിനും കൊള്ളത്തില്ല. നമ്മൾ പുറത്തിറങ്ങിയായിരുന്നു ഡ്രോപ്പ് ചെയ്യേണ്ടത്. ചെയിൻ കട്ടർ വല്ലതും പുറത്തിറങ്ങി ഡ്രോപ്പ് ചെയ്യണം. ഗ്രാനി നമ്മൾ അടിച്ചിടും. ഞാനിന്ന് ഡേ 1 തന്നെയാണ് എസ്കേപ്പ് ആവുന്നത്. വാ 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 എനിക്കിങ്ങനെ എടുക്കാൻ കിട്ടണം. ഓക്കെ, ഗ്രാനി എവിടെ? ഞാനിത് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ. ഇനി വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, സെൻസിറ്റിവിറ്റി ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, അത് കുഴപ്പമില്ല. സോ മ്യൂസിക് നിർത്താൻ പറ്റത്തില്ലല്ലേ, കുറച്ചുകൂടി ഡ്രോപ്പ് ചെയ്യാം. ഇനി ഡ്രോപ്പ് ചെയ്യണോ? ഇനി വേണ്ടല്ലേ? ഒന്നുകൂടെ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഒന്നുകൂടെ വേണ്ട. ഗ്രാനി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്രാനിയുടെ ഫുഡ് സ്റ്റെപ്പ്. അതെ, ഗ്രാനി വന്ന്. ഗ്രാനിക്കിട്ട് അടിച്ചോ. ഗ്രാനിനെ ഓൾറെഡി കണ്ടായിരുന്നു കേട്ടോ. ഗ്രാനി എന്നെ കണ്ടായിരുന്നു, അതാണ് BGM ഒക്കെ വന്നത്. സോ ഗ്രാനി അവിടെ ബാറ്റ് ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ച് നിൽക്കുവാണെങ്കിൽ ഗ്രാനി വന്നെന്ന് അർത്ഥം. ഓക്കെ, ഇനി സ്ക്രൂ ഡ്രൈവർ വീഴ്ത്താം. സ്ക്രൂ ഡ്രൈവർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം, അതില്ലാതെ ഒരു കളി നടക്കില്ല. ഓക്കെ, ഇനി നമുക്ക് ഗണ്ണ് ലോഡ് ചെയ്തിട്ട് നമുക്ക് ബേസ്മെൻറ്റിലേക്ക് വലിച്ചെറിയാം. എല്ലാം പെട്ടെന്ന് ആയിരിക്കണം. പെട്ടെന്ന്. സമയമില്ല. ഗ്രാനി ഇപ്പം പെട്ടെന്ന് സ്പോണാവും. എടാ ഗ്രാനി മാഞ്ഞു പോടാ. പെട്ടെന്ന്. പെട്ട്. ഗ്രാനി ഇത് മാഞ്ഞു പോയി. പക്ഷെ പെട്ട്. നമ്മൾ പെട്ട്. ഗ്രാനി മാഞ്ഞു പോയി. പക്ഷേ ഒരു മാസിന് വന്നായിരുന്നു, അത് പറ്റിയില്ല. ഓക്കെ, റെസ്റ്റി പാഡിലൊക്കെ കിട്ടി. നമ്മുടെ സിവറിന് വേണ്ട ഒരു ഇതാണ്. സോ ഇത് ഞാൻ കൊണ്ട് സിവറിലിട്ടിട്ട് വരാം. ഒരു മിനിറ്റ്. ഞാനിതുകൊണ്ട് സിവറിലിട്ടിട്ട് വരാം കേട്ടോ. ഓക്കെ, ഇത് ഞാൻ ഈ വഴി പോയിക്കോളാം. ആ വഴി പോയാൽ നമ്മൾ ഗ്രാനിയെ പിടിക്കും. സോ ഞാൻ ഈ വഴി പൊക്കോളാം കേട്ടോ. ഈ വഴി നേരെ നമുക്ക് ജനലിൽ പോവാം. ഓക്കെ, ഞാൻ അങ്ങനെ കൊണ്ടുപോയി സിവറിലിട്ടിട്ടുണ്ട്. സിവറിൽ ഞാൻ അങ്ങോട്ട് ഇടലുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ നമ്മുടെ വുഡൻ സ്റ്റിക്ക് എടുക്കാൻ നോക്കാം. അതാണ് ലാസ്റ്റ് ഐറ്റം. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ കളർ റെഡി. ഇനി നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് ഗ്രാനി വരുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. അത് കൊണ്ടുപോയിട്ട് വുഡൻ സ്റ്റിക്ക് എടുക്കാൻ പോവാം. വുഡൻ സ്റ്റിക്ക് എവിടെയാണെന്ന് എനിക്കറിയാം. സോ വുഡൻ സ്റ്റിക്ക് നമ്മുടെ ഇവിടെ കാക്കയുടെ അടിയിലേക്ക് ഒരു സ്റ്റെപ്പില്ലായിരുന്നോ, അങ്ങോട്ടാണ് പോകേണ്ടത്. ഡയറക്ഷനൊക്കെ മാറിപ്പോകുന്നു. സോ ഇതിൻ്റെ അടിയിലേക്ക് കണ്ടോ, ഇതിൻ്റെ അടിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. സോ കയറിക്കോ. ഇവിടേക്ക്. ഓക്കെ, സെറ്റ്. ഇനി ഞാനിപ്പോൾ കൊണ്ടുപോയി ഫ്രീസ് ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടില്ല. ഗ്രാനി സൗണ്ട് ആയിട്ട് വന്ന് നമ്മൾ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ്. ഇവിടെ ആകുമ്പോൾ കുഞ്ഞു സ്റ്റെപ്പാണല്ലോ, ഗ്രാനി ഫ്രീസ് ആയിക്കോളും. സോ ഇനി നമുക്ക് ഇവിടെ ഒന്നുമില്ല. സോ നമുക്കിനി നമ്മുടെ വുഡൻ സ്റ്റിക്ക് എടുക്കാം. ദേണ്ടിരിക്കും നമ്മുടെ വുഡൻ സ്റ്റിക്ക്. അവിടെ ആരോ കിടപ്പുണ്ട്. സോ നമുക്ക് ഇനി ഇതെടുത്തോണ്ട് പോയിട്ട് നമുക്ക് അവിടെ ഇടാം. എവിടെ? നമ്മുടെ സിവറിൽ. സോ സിവറിലിടുന്നതിന് മുമ്പ് ഞാൻ അവിടെ ചെല്ലട്ടെ. സോ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് നേരെ കൊണ്ട് എടാ ഗ്രാനി കണ്ടു നമ്മളെ. നമ്മുടെ ഈ ഷോട്ട് ഗൺ അപ്പുറമാണ് കിടക്കുന്നത്. ഇനി നമ്മൾ അവിടെ വരെ പോയി എടുത്തുകൊണ്ട് ഗ്രാനിനെ കൊല്ലണം. പക്ഷേ ഉണ്ട എവിടെയാണെന്ന് എനിക്കറിയില്ല. ഗ്രാനിയുടെ BGM വെക്കുമ്പോൾ നമുക്ക് അപ്പുറം പോയിട്ട് അവിടെ ശബ്ദം ഉണ്ടാക്കാം. അപ്പോൾ ഏതായാലും ഗ്രാനി അങ്ങോട്ട് പോകുമല്ലോ. അപ്പോഴത്തേനും നമുക്ക് ഗ്രാനി അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേനും നമുക്ക് ഈ വുഡൻ സ്റ്റിക്ക് കൊണ്ട് സിവറിലിടാം. അപ്പോൾ അത് നല്ലൊരു ഡിസിഷൻ അല്ലേ, നിങ്ങൾ തന്നെ പറ. സോ ഗ്രാനി അങ്ങോട്ട് പോയി നമുക്കിനി ഇത് കൊണ്ട് സിവറിലിടാം. പെട്ടെന്ന് എല്ലാ കാര്യവും പെട്ടെന്നായിരിക്കണം. ഒട്ടും സമയം കളയാൻ പാടില്ല. പെട്ടെന്ന് എല്ലാ കാര്യം ചെയ്യണം. അതാണ് നമ്മുടെ അതന്നെ. സോ ഇതുകൊണ്ട് ഞാൻ സിവറിലിട്ട് നമ്മൾ ആ വഴി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗ്രാനി നമ്മൾ പിടിക്കും. സോ ഞാനങ്ങനെ അതും കൂടെ കൊണ്ട് സിവറിലിട്ടിട്ടുണ്ട്. സോ ഇനി ഞാൻ പോകുന്ന ഒരു ഗ്ലിച്ച് വഴിയാണ് സിവറിലൂടെ.
സോ ഇപ്പോൾ ഏതായാലും ഗ്രാനി അതിലൂടെ കറങ്ങി നടക്കുന്നുണ്ട്. സോ നമ്മളിപ്പോൾ ഗ്ലിച്ചിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെയും പേടിക്കേണ്ട. സോ ഞാനിപ്പോൾ ട്യൂട്ടോറിയൽ കാണിച്ച പോലെ നിങ്ങളങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാനൊന്ന് ഗ്ലിച്ച് ചെയ്യട്ടെ. സോ അങ്ങനെ ശരിയായിട്ടുണ്ട്. സോ ഇനി ഞാൻ ചെയിൻ കട്ടർ എടുത്തോണ്ട് നേരെ ഗ്ലിച്ചിലൂടെ ഞാൻ സിവറിലേക്ക് പോകാൻ പോവാണ്. സോ ഇതുണ്ടല്ലേ, ചെയിൻ കട്ടർ എടുത്തു, ഞാൻ നേരെ ഗ്ലിച്ചിലൂടെ അടിയിലേക്ക് പോയി. യെസ്, ഞാനിവിടെ എത്തി. സോ ദേ പോണ്, എടാ തേടാ ഏഞ്ചലീന പോണ്. അയ്യേ, എത്ര ഉണ്ടായിരുന്നുള്ളൂ ഏഞ്ചലീന. ശേഷം നമുക്ക് പെട്ടെന്നോ ഏഞ്ചലീന വരുന്നതിന് മുമ്പ് നമുക്ക് പോവാം. സോ ഇതെൻ്റെ ഡേ 1 ആണ്. ഇതേ കണ്ടോ, ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ഇട്ടു. സോ എടാ ഇതെൻ്റെ ഡേ 1 ആണ്. ഞാൻ ഡേ 1 തന്നെയാണ് എസ്കേപ്പ് പോണേ. എൻ്റെ മോനെ, എടാ തുറന്ന്, എടാ ഇതിൻ്റെ ഒരു എൻഡിങ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എൻ്റെ മോനെ, എടാ സീനായിട്ടുണ്ടോ അത്. യെസ്, എന്തോ നോക്കൂ ഇവിടെ നോക്ക്. എടാ അമ്മൂമ്മയ്ക്ക് മുട്ടുവേനുള്ളതല്ലേ, പിന്നെ എങ്ങനെയാ വന്നേ നോക്ക്. അയ്യോ, വായും പൊളിച്ചിരിക്കുക നോക്കി. അയ്യോ ഞാൻ പോയി. അച്ചോടാ, എടാ ഇതിൻ്റെ ഡേ 1 ആയിരുന്നടാ. ഞാൻ ഡേ 1 തന്നെ എസ്കേപ്പായി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഡേ 1 തന്നെ എസ്കേപ്പ് ആവണേ. പിന്നെ ഞാൻ ഈ ഗെയിം കളിച്ചിട്ട് തന്നെ 5-6 മാസമായി, എന്നിട്ട് ഞാൻ ഡേ 1 തന്നെ എസ്കേപ്പായി. സോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ് ചെയ്യാം. പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ഈ വീഡിയോ അത്ര കഷ്ടപ്പെട്ടിട്ടതാണ്. സോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ സോ എല്ലാവർക്കും ബൈ. അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.